അടുത്ത വർഷം കേരളത്തോടൊപ്പം നടക്കാനിരിക്കുന്ന അസാം നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ. 126 അംഗ അസാം നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അസാമിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യം നോക്കുന്ന ജില്ല ബാജ്ലി ജില്ലയാണ്. ബാജ്ലി ജില്ലയിൽ 2 സീറ്റുകളാണ് ഉള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല വെസ്റ്റ് കാർബി ആംഗ്ലോങ് ആണ്. വെസ്റ്റ് കാർബി ആംഗ്ലോങ്ങിൽ 1 സീറ്റാണ് ഉള്ളത്. ആ 1 സീറ്റ് BJP സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല സൗത്ത് സൽമാര മംഗാച്ചാർ ആണ്. സൗത്ത് സൽമാര മംഗാച്ചാറിൽ 2 സീറ്റുകളാണ് ഉള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ബക്സയാണ്. ബക്സയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത. കോൺഗ്രസിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ബാർപേട്ടയാണ്. ബാർപേട്ടയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 6 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ബിശ്വനാഥ് ആണ്. ബിശ്വനാഥിൽ 2 സീറ്റുകളാണ് ഉള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഉദൽഗുരിയാണ്. ഉദൽഗുരിയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ടിൻസുകിയാണ്. ടിൻസുകിയിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സോണിത്പൂർ ആണ്. സോണിത്പൂർ ജില്ലയിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 5 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവസാഗർ ആണ്. ശിവസാഗർ ജില്ലയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബൊങ്കേഗാവ് ആണ്. ബൊങ്കേഗാവ് ജില്ലയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നൽബാരിയാണ്. നൽബാരി ജില്ലയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല നാഗാവ് ജില്ലയാണ്. നാഗാവിൽ 8 സീറ്റുകളാണ് ഉള്ളത്. 8 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മാജൂലി ജില്ലയാണ്. മാജൂലിയിൽ 1 സീറ്റാണ് ഉള്ളത്. ആ 1 സീറ്റ് BJP സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല കൊക്രജാർ ആണ്. കൊക്രജാറിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല കരീംഗഞ്ച് ആണ്. കരീംഗഞ്ചിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കാർബി ആംഗ്ലോങ് ആണ്. കാർബി ആംഗ്ലോങ്ങിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കാംരൂപ് മെട്രോ ആണ്. കാംരൂപ് മെട്രോയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കാംരൂപ് ആണ്. കാംരൂപ് ജില്ലയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജോർഹാട്ട് ആണ്. ജോർഹാട്ടിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഹൊജായി ആണ്. ഹൊജായി ജില്ലയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഹൈലകണ്ടിയാണ്. ഹൈലകണ്ടിയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല.
അടുത്ത ജില്ല ഗോലാഘാട്ട് ആണ്. ഗോലാഘാട്ടിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോൾപ്പാറയാണ്. ഗോൾപ്പാറ ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ദിമാ ഹസാവയാണ്. ദിമാ ഹസാവയിൽ 1 സീറ്റാണുള്ളത്. 1 സീറ്റിൽ 1 സീറ്റ് BJP സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ദിബ്രുഗഡ് ആണ്. ദിബ്രുഗഡ് ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 5 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ധുബ്രിയാണ്. ധുബ്രി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 5 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ധേമാജിയാണ്. ധേമാജി ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ദാരാങ് ആണ്. ദാരാങ് ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ചിരാങ് ആണ്. ചിരാങ് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ചരൈദേവ് ആണ്. ചരൈദേവിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല കച്ചാർ ആണ്. കച്ചാർ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അസാം നിയമസഭയിലെ ആകെയുള്ള 126 സീറ്റുകളിൽ 59 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 65 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.